Dear students, welcome back to another video lecture series of accountancy. Today we are going to discuss about preparation of income and expenditure account and balance sheet of non-profit organizations or non-trading organizations. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള തിയറി പാർട്സുകളും എങ്ങനെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ ഡിസ്കഷൻ്റെ സെഷൻസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പെക്യുലർ ഐറ്റംസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ വേരിയസ് ഐറ്റംസ്. ആദ്യത്തെ ഭാഗം പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നിലവിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡുകളെക്കുറിച്ചും അതിൽ വരുന്ന ഐറ്റംസിനെ കുറിച്ചും എല്ലാ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരും എന്നുള്ള കാര്യങ്ങളും, ക്യാഷ് ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ക്ലോസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് ബാങ്ക് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ള രൂപത്തിൽ ക്ലോസിംഗ് ആയിട്ടുള്ള ഫിഗറും കാണിക്കും. അല്ലെങ്കിൽ റെസിപ്റ്റ് കൂടുതലും പേയ്മെൻറ്റ് കുറവും ആണ് എങ്കിൽ ക്യാഷ് ബാലൻസും, റെസിപ്റ്റ് കുറവും പേയ്മെൻറ്റ് കൂടുതലും ആണ് എങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇത്തരത്തിൽ തന്നിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ്, അതിന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലും ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിലും നമ്മൾ നോമിനൽ അക്കൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യപ്പെടുന്നു. എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിനെ ഡെബിറ്റ് ചെയ്യുകയും എല്ലാ റവന്യൂ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ഡിഫറൻസ് റവന്യൂ കൂടുതലും, അതായത് ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും ആണെങ്കിൽ സർപ്ലസ് ഉണ്ടാവും എന്നും, നേരെ തിരിച്ചാണ് എങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വസ്തുതയെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ വരുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സർപ്ലസ് ആണ് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ടിൽ, അതായത് ബാലൻസ് ഷീറ്റിൽ, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ സർപ്ലസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും, ഡെഫിസിറ്റ് ആണ് ഉള്ളതെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കാണിക്കുകയും അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വസ്തുത. രണ്ടാമത്തെ, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, ജസ്റ്റ് ഒമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്. ഓപ്പണിംഗ് ആയിട്ടുള്ള ക്ലോസിംഗ് ആയിട്ടുള്ള എല്ലാ ബാങ്ക് ബാലൻസോ ക്യാഷ് ബാലൻസോ എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്യുക, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യേണ്ട, എവിടെയും കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ തേർഡ് വൺ, ഐഡൻറ്റിഫൈ റവന്യൂ എക്സ്പെൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ എക്സ്പെൻസസും അതുപോലെ തന്നെ റവന്യൂ ഇൻകംസും മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പോൾ റവന്യൂ എക്സ്പെൻസിനെ നമ്മൾ എവിടെ നിന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം നോക്കാൻ പോകുന്നത്. റവന്യൂ എക്സ്പെൻസസ് ഫോർ ദ കറൻറ്റ് ഇയർ, എല്ലാം കറൻറ്റ് ഇയർത്തെ മാത്രമേ എടുക്കുകയുള്ളൂ. കറൻറ്റ് ഇയർ ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് ഈ ഒരു റവന്യൂ എക്സ്പെൻസുകളെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതിനുശേഷമുള്ള അഡ്ജസ്റ്റഡ് ഫിഗർ, ഇത് രണ്ടും ചെയ്തതിന് ശേഷമുള്ള അഡ്ജസ്റ്റഡ് ഫിഗറാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ട് ഈ ഒരു റവന്യൂ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ നാലാമത്തത്, ഐഡൻറ്റിഫൈ റവന്യൂ ഇൻകംസ്. റവന്യൂ ഇൻകംസും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കറൻറ്റ് ഇയറിലുള്ള റവന്യൂ ഇൻകംസ് ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്യണം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കണം എന്നുള്ള, ഇൻകം സൈഡിൽ കാണിക്കേണ്ടതാണ്. ഐഡൻറ്റിഫൈ റവന്യൂ ഇൻകംസ് ഫ്രം ഡെബിറ്റ് സൈഡ്. എവിടെ നമുക്ക് കിട്ടുക, ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കാം, ഇത്തരത്തിലുള്ള റവന്യൂ ഇൻകംസ് ഉണ്ടാകും. മൊത്തം റെസിപ്റ്റുകളായിരിക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസിപ്റ്റിൽ കാണിക്കുക. അതിൽ നിന്നും റവന്യൂ റെസിപ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കാൻ എന്നുള്ളതാണ്.
ഓക്കെ, അതിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അക്രൂഡ് ഇൻകം, ഫോർ എക്സാമ്പിൾ അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. സംടൈംസ് ദ നോൺ ട്രേഡിംഗ് കൺസേൺ, even though its name implies non-trading concern, they may conduct some of the trading activities. അവർ ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ they will get gross profit or gross loss or net profit or net loss. അത്തരത്തിലുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ, ഏത് സാഹചര്യത്തിലാണ്? ഇഫ് ദേ ആർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ക്യാരീസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ദെൻ അനദർ വൺ ഓർ ലാസ്റ്റ് വൺ, മേക്ക് പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേക്ക് പ്രൊവിഷൻസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഡിപ്രീസിയേഷൻ എക്സെട്ര ആൻഡ് ഡെബിറ്റ് ദം ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയിരിക്കാം, ഡിപ്രീസിയേഷൻ ആയിരിക്കാം. ഇതെന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ഈ ഒരു പർട്ടിക്കുലർ ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ് ഏത്? പ്രൊവിഷൻസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോർഷൻ, ഈ വീഡിയോയുടെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്സ്. അപ്പോൾ നമുക്കറിയാം, ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതൊന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, 3 അതിൻ്റെ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ആദ്യത്തേതായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു. അതിൽ ക്യാഷ് പൊസിഷനെ കുറിച്ച് കാണാൻ കഴിയും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ഒരു സർപ്ലസ് എന്നുള്ള അവസ്ഥ കാണാൻ കഴിയും. ദെൻ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ ഐറ്റം, ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് അസർടൈൻമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ടാണ്. അസർടൈൻമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് as the beginning is ascertained by preparing an opening balance sheet. Take the liabilities on one side and asset on the other side. The difference between the two sides is capital fund. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബിഗിനിങ്ങിലുള്ള ഡേറ്റിലുള്ള ഐറ്റംസ് എല്ലാം വെച്ച് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ടേക്ക് ദ ലാബിലിറ്റീസ് എല്ലാം ലാബിലിറ്റി സൈഡിലും അസറ്റുകളെല്ലാം അസറ്റ് സൈഡിലും കാണിച്ച് ഡിഫറൻസ് എത്രയാണോ വരുന്നത് അതായിരിക്കും ലാബിലിറ്റി സൈഡിൽ കുറവുള്ള ഐറ്റം ആയിരിക്കും എന്ത്? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് കൺസിഡേർഡ് ഫോർ ക്യാപിറ്റൽ ഫണ്ട്. ദെൻ സെക്കൻഡ് വൺ, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഒരു പ്രധാന റിസൾട്ട് ആയിരുന്നു സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഈ സർപ്ലസ് ഓർ ഡെഫിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, സർപ്ലസ് in income and expenditure account added to capital fund and deficit is deducted, and also add items to be capitalized along with capital fund. അപ്പോൾ സർപ്ലസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ആഡ് സർപ്ലസ്, ഡിഡക്റ്റ് ഡെഫിസിറ്റ് ഇൻ ക്യാപിറ്റൽ ഫണ്ട്. ദെൻ തേർഡ് വൺ, ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഫിക്സഡ് അസറ്റ്, ടേക്ക് ഓൾ ദ ഫിക്സഡ് അസറ്റ്സ് വിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്, ആൻഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ അഡീഷൻസ്. അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഡിസ്പോസൽസ്, വിൽപ്പനയുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇഫ് എനി മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആൻഡ് ആൾസോ ഫോർ എനി ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതിനുശേഷമുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? അസറ്റായിട്ട് കാണിക്കേണ്ടത് എന്നുള്ളത്. ദ റിസൾട്ടന്റ് ഫിഗർ സി അസറ്റ് ഷുഡ് ബി ഓൺ ദി അസറ്റ് സൈഡ്. റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ, ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഏതാണോ കൺസേൺഡ് അസറ്റിൻ്റെ കൂടെ അഡീഷൻസ്, അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ആ പർച്ചേസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയാൽ കാണാം. ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് ഫോർ ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിൽസും നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസിപ്റ്റിൽ ഏതെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ കാണിക്കണം. ദെൻ ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ അസറ്റിന് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം നെറ്റ് റിസൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിന് താഴെ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ, പേയ്മെൻറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ കമ്പയർ ഐറ്റംസ് ഓൺ ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്
account with the income side of income and expenditure account. This will help us in ascertaining the following amounts. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യണം. ഏതൊക്കെ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡും റെസിപ്റ്റ് പേയ്മെൻറ്റ് compare items on the payment side of receipt and payment account and expenditure side of income and expenditure account. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട് എങ്കിൽ അസറ്റ് സൈഡിൽ കറൻറ്റ് അസറ്റിന് കീഴിലായിട്ട് കാണിക്കേണ്ട ഐറ്റമാണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടോ എങ്കിൽ എങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റിന് കീഴിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പർച്ചേസ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കണം. ഡിപ്രീസിയേഷൻ ഉണ്ടോ എങ്കിൽ അതെന്ത് ചെയ്യണം? അതും എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അസറ്റിൻ്റെ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റം. സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടെങ്കിൽ കറൻറ്റ് അസറ്റിന് കീഴിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതേപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ അസറ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ലാബിലിറ്റീസ്. ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ കഴിയുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോ അതായത് എക്സ്പെൻഡിച്ചർ സൈഡിലോ അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ആയിട്ടുള്ള ഭാഗത്തോ ഈ ഒരു ഐറ്റംസ് കാണാൻ കഴിയും. ഇത്ര ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ആ ഐറ്റംസിനെ എന്ത് കൊണ്ടുവരണം? ഇവിടെ കൊണ്ടുവരണം. എവിടെ? ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരണം. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണുന്ന ഐറ്റം അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണുന്ന ഈ ഐറ്റംസ് ഉണ്ട് എങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരണം. അതൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതെവിടെ വരും? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്ന ഐറ്റം ആയിരിക്കും. അതിനെ ലാബിലിറ്റി സൈഡിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് ഓൺ കൺസ്യൂമബിൾ അസറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ അസറ്റ് എന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് ലാബിലിറ്റി ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഇതേ വെച്ച് കമ്പയർ ചെയ്യേണ്ടതാണ് റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് എന്നുണ്ടെങ്കിൽ അസറ്റ് സൈഡിൽ കൊണ്ടുവരണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ലാബിലിറ്റി സൈഡിലോട്ട് കൊണ്ടുപോകണം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ട് എങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഫിക്സഡ് അസറ്റ് പ്ലസ് പർച്ചേസസ് മൈനസ് സെയിൽസ് ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ലാബിലിറ്റി സൈഡ് ആൻഡ് അസറ്റ് സൈഡ്. ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വേണം? പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ അസറ്റും അസറ്റ് സൈഡിലും ഓപ്പണിംഗ് ലാബിലിറ്റി സൈഡിലും കാണുമ്പോൾ ചെയ്യുമ്പോൾ ലാബിലിറ്റി സൈഡിൽ കുറവുണ്ടായിരിക്കും. ലാബിലിറ്റി സൈഡിൽ കുറവുള്ള ആ ഫിഗർ ആയിരിക്കും എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തിയതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, എൻട്രൻസ് ഫീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ലെഗസീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, സർപ്ലസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്പണിംഗ് അതിന് ശേഷം സ്പെഷ്യൽ പർപ്പസ് ഫണ്ടോ സ്പെഷ്യൽ ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. ദെൻ അതിനുശേഷം അസറ്റ് നോക്കുക. അസറ്റ് ഓപ്പണിംഗ് ബാലൻസിൽ ആഡ് അഡീഷൻസ് ലെസ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് സോൾഡ് ലെസ് ഡിപ്രീസിയേഷൻ. ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ കൺസ്യൂമബിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ആഡ് പർച്ചേസസ് ലെസ് കൺസ്യൂമഡ് വാല്യൂ എന്നുള്ളതാണ്. അത് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് വാല്യൂ റെക്കോർഡ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണം. അക്രൂഡ് ഇൻകംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ചെയ്യേണ്ടതായിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെക്യുലർ ഐറ്റംസ് ആണ്. സ്പെഷ്യൽ ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്പെഷ്യൽ ഐറ്റംസ് നമ്പർ 1, എൻട്രൻസ് ഫീസ് ഉണ്ട് എങ്കിൽ. എൻട്രൻസ് ഫീസ് ശ്രദ്ധിക്കുക. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫീസ് കളക്റ്റഡ് ഓൺ ദി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. അക്കൗണ്ടൻസ് ഡിഫർ ഓൺ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് എൻട്രൻസ് ഫീസ്. Many feels that since the amount is collected only once and as it is of non-recurring nature, it should be capitalized and taken
to the liability side of the balance sheet. അതായത് പല അക്കൗണ്ടൻസിനും പല വ്യൂ പോയിന്റ് ആണ് ഈ ഒരു എൻട്രൻസ് ഫീസിനെ കുറിച്ചുള്ളത്. ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. എൻട്രൻസ് ഫീസ് ഒരിക്കൽ മാത്രമേ തരുള്ളൂ, അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വാദം എന്നുള്ളത്. Another one, but others argue that though it is paid by each member only once, the club or institution receive the fairly regularly every year because of regular entry of business. എല്ലാ വർഷവും കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. റെഗുലർ ഇൻകം ആയിട്ട് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതും ആണ് രണ്ടാമത്തെ വാദം. So it should be shown as income on the credit side of income and expenditure account. അപ്പോൾ രണ്ട് വാദഗതികളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? If nothing is specifically mentioned, it is better to treat as income. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കേണ്ടതായ ഉള്ള ഒരു ഐറ്റമാണ് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. മാസവരിസംഖ്യകളായിട്ടോ വർഷത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ വരിസംഖ്യ കൂട്ടുന്ന ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്തരത്തിൽ മാസത്തിൽ കളക്ഷൻ ചെയ്യപ്പെടുന്ന സംഖ്യയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. അത്ര സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ദിസ് ഇസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ കാണിക്കുന്ന ഒരു ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ അനദർ വൺ, സ്പെഷ്യൽ ഓർ സ്പെസിഫിക് പർപ്പസ് സബ്സ്ക്രിപ്ഷൻസ്. ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് എങ്കിൽ ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്. അത് റവന്യൂ ആയിട്ടല്ല, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റമാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ സർട്ടൻ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പവിലിയൻ ഓർ ഷുഡ് ബി ക്യാപിറ്റലൈസ്. ഇതൊക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതുകൊണ്ട് തന്നെ അതിന് ക്യാപിറ്റലൈസ് ചെയ്യണം. ലാബിലിറ്റി സൈഡിലാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ കാണിക്കേണ്ടത്. അപ്പോൾ ജനറൽ സബ്സ്ക്രിപ്ഷൻ, നോർമൽ സബ്സ്ക്രിപ്ഷൻ, റെഗുലർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കുകയും വേണം എന്നുള്ളതാണ്. ഡൊണേഷൻസ് ആണ് നെക്സ്റ്റ് ഐറ്റം. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ, firm or a company by way of gift is called donation. Amount received from a person, വ്യക്തികളിൽ നിന്നാവാം, കമ്പനികളിൽ നിന്നാവാം, മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നാവാം, ഏതെങ്കിലും തരത്തിൽ ഗിഫ്റ്റ് ആയിട്ട് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡൊണേഷൻ നമുക്ക് ജനറൽ ഡൊണേഷൻ എന്നും സ്പെസിഫിക് ഡൊണേഷൻസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. സ്പെസിഫിക് ഡൊണേഷൻസ് ആണ് എങ്കിൽ ഇഫ് ദ ഡൊണേഷൻസ് ആർ ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒരു സ്പെസിഫിക് പർപ്പസിനാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ സൈഡ്, ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡൊണേഷൻ ഫോർ ലൈബ്രറി, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ ഫർണിച്ചർ എക്സെട്ര ആർ സ്പെസിഫിക് ഡൊണേഷൻ മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷുഡ് ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ദിസ് അക്കൗണ്ട് ഷുഡ് ബി ഡിഡക്റ്റഡ് ആൻഡ് ദ ബാലൻസ് ഷുഡ് ബി ഷോൺ അൻറ്റിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യാം? സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ അതിനെ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത് എന്നുള്ള. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ നോട്ട് കളക്റ്റഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, സാധാരണയായിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാവുന്നതാണ് എന്നുള്ളത്. നെക്സ്റ്റ്, ലെഗസി. ലെഗസി എന്ന് പറയുന്നത് it is the capital receipt should be shown on the liability side. Legacy is the amount received by the non-profit organizations as per the will of a deceased person is called legacy. മരണപ്പെട്ട ഒരാളുടെ വിൽപ്പത്ര പ്രകാരം എഴുതപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും എമൗണ്ട്, അയാളുടെ താല്പര്യപ്രകാരം ഏതെങ്കിലും എമൗണ്ട് ഈ സ്ഥാപനത്തിനായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ആ സ്ഥാപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ലെഗസി എന്ന് പറയും. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതിനെന്ത് ചെയ്യണം? ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതായിട്ടുള്ള ബാധ്യത ഈ സ്ഥാപനത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എമൗണ്ട് വളരെ സ്മോൾ ആണ് എങ്കിൽ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആസ് എ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. അനദർ വൺ, ഗ്രാൻറ്റ്. സം ഓഫ് ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മേ റിസീവ് ഗ്രാൻറ്റ് ഫ്രം
ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. ഗവൺമെൻറ്റിൽ നിന്നോ അർദ്ധ ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഗ്രാൻറ്റുകൾ സ്വീകരിക്കും ചില സമയത്തുകൾ. അത്തരത്തിൽ ഗ്രാൻറ്റുകൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അടുത്ത് വന്നത്. ഗ്രാൻറ്റ് റിസീവ്ഡ് ഫ്രം സെൻട്രൽ, സ്റ്റേറ്റ് ഓർ ലോക്കൽ ബോഡീസ് ഫോർ റൂട്ടീൻ എക്സ്പെൻസസ് ഇറ്റ് ട്രീറ്റഡ് ആസ് ഇൻകം. ഗ്രാൻറ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് എക്സെട്ര ഷുഡ് ബി ക്യാപിറ്റലൈസ്. റവന്യൂ ഇൻകം സ്പെസിഫിക് ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണം. നോർമലായിട്ടുള്ള ഗ്രാൻഡ് ആണ് എങ്കിൽ, റൊട്ടീൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഗ്രാൻഡ് ആണ് എങ്കിൽ ഇൻകം ആയിട്ടും, സ്പെസിഫിക് ആണ് എങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്ത് ലാബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം എന്നുള്ള. നെക്സ്റ്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ശ്രദ്ധിച്ചോളാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇറ്റ്സ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ലംസം പേയ്മെൻറ്റ് മെയ്ഡ് ആസ് സബ്സ്ക്രിപ്ഷൻ ഓൺ അഡ്മിഷൻ ഓഫ് എ മെമ്പർ for the whole life instead of paying regular periodic subscription is called life membership fee. അതായത് മെമ്പർഷിപ്പ് മാസം അടയ്ക്കുന്നതിന് പകരം എൻ്റെ ജീവിതകാലത്തേക്ക് മുഴുവനായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഞാൻ ഒന്നിച്ചടയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ആണ് എന്ത്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ് എന്നുള്ളതാണ്. ദെൻ കഴിഞ്ഞിട്ടില്ല, ബാക്കി കുറച്ച് ഐറ്റംസ് കൂടിയുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് പെക്യുലർ ഐറ്റം. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ആണ്. ഒരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഉപയോഗക്ഷമത കുറഞ്ഞത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഉപയുക്തത കുറഞ്ഞത് കാരണം നമ്മൾ വിൽക്കാൻ പോവുകയാണ്. അങ്ങനെ അസറ്റ് വിൽക്കുകയാണ് എങ്കിൽ സെയിൽ ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. വിൽപ്പന നടത്തിയ ആ എമൗണ്ട്, മൊത്തം എമൗണ്ട് റെസിപ്റ്റ് ആയിട്ടും അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ റവന്യൂ ആയിട്ടും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് and should be credited to asset account, but loss or profit in its sale should be treated as revenue and is taken to income and expenditure account. 20,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഒരു അസറ്റ് 22,000 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 22,000 എന്നുള്ളത് ക്യാപിറ്റൽ റെസിപ്റ്റും 2,000 രൂപ അതിൻ്റെ പ്രോഫിറ്റുമാണ്. ആ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലും 2,000 രൂപ എന്നുള്ള പ്രോഫിറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻകം സൈഡിലും കാണിക്കേണ്ട ഐറ്റമാണ്. ഇത് നേരെ മറിച്ച് ലോസ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ആ ലോസ് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുകയും വേണം എന്നുള്ളതാണ്. ദെൻ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എത്രത്തോളം സ്റ്റോക്ക് കൺസ്യൂം ചെയ്തു, ഈ വർഷത്തെ സ്റ്റോക്ക് കൺസംഷൻ എത്രയാണെന്ന് കണ്ടെത്തുന്നതിനാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത്. ഐറ്റംസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആവാം, സ്പോർട്സ് മെറ്റീരിയൽസ് ആയിരിക്കാം, ബാറ്റ്, ബോൾ തുടങ്ങിയവയൊക്കെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. ദ വാല്യൂ ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് ഐറ്റംസ് വിച്ച് റിമൈൻ അൺയൂസ്ഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് സോ ദാറ്റ് ഓൺലി ദ എമൗണ്ട് ആക്ച്വലി യൂസ്ഡ് അപ്പ് ഈസ് ഡെബിറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണിങ്ങിൽ ഒരുപാട് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ വർഷം കുറേ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ അതിനുശേഷം ഈ വർഷത്തെ അവസാനത്തെ കുറേ ബാലൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എത്രയാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി പ്ലസ് പർച്ചേസസ് ഓഫ് സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ ലെസ് ക്ലോസിംഗ് വാല്യൂ ഓഫ് സ്റ്റേഷനറി. അപ്പോഴെന്ത് കിട്ടും, സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ. ദാറ്റ് എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിട്ട് എന്ത് വരും, ഈ ഒരു പർട്ടിക്കുലറുള്ള സ്റ്റേഷനറി ഐറ്റംസ് കൺസ്യൂംഡ് കാണാൻ കഴിയും. അപ്പോൾ ഡെബിറ്റഡ് ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ എൻഡോമെൻറ്റ് ഫണ്ടാണ് അടുത്തത്. ദ ഫണ്ട് മെൻറ്റ് ഫോർ പ്രൊവൈഡിങ് പെർമനൻറ്റ് മീൻസ് ഫോർ സപ്പോർട്ട് ഓഫ് ഈസ് നോൺ ആസ് എൻഡോമെൻറ്റ് ഫണ്ട്. ഇറ്റ്സ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരമായിട്ട് ഏതെങ്കിലും അവാർഡ് കൊടുക്കുന്നതിനോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ആരെങ്കിലുടെയും പേരിൽ എൻഡോമെൻറ്റ് ഫണ്ടായിട്ടൊരു വലിയ എമൗണ്ട് സ്ഥാപനത്തിന് തന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള എൻഡോമെൻറ്റ് ഫണ്ടുകൾ ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ അനദർ ഐറ്റം, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, സ്പോർട്സ് മാഗസിൻസ് എക്സെട്ര. ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസോ ഏതെങ്കിലും തരത്തിലുള്ള പീരിയോഡിക്കൽസോ ന്യൂസ് പേപ്പേഴ്സോ സ്പോർട്സ് മെറ്റീരിയൽസോ വിൽക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ
ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. അതായത് പഴയ ന്യൂസ് പേപ്പർ, ജേർണൽസ്, മാഗസിൻസ്, എന്തെങ്കിലും പഴയ മെറ്റീരിയൽസ്, ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ഏതെങ്കിലും എമൗണ്ട് ഉണ്ട് എങ്കിൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഗസ്റ്റ് ഫീസ്. ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത് എമൗണ്ട് ചാർജ്ഡ് ഫ്രം ദ ഗസ്റ്റ് enjoying the facilities of clubs or such other institutions temporarily is called guest fees. നമ്മളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അവസരം കൊടുക്കുന്നതിലൂടെ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ഫീസ്. ഇപ്പോൾ ഒരു മാച്ച് നടത്തുമ്പോൾ നമ്മുടെ പവലിയൽ വെച്ചിട്ടാണ് മാച്ച് നടത്തുന്നത്, നമ്മുടെ ഹോട്ടലിൽ വെച്ചിട്ടാണ് മാച്ച് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകി ഒരു ഗസ്റ്റായിട്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫീസ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗസ്റ്റ് ഫീ എന്ന് കൺസിഡർ ചെയ്യും. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ ഇൻകം ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അനദർ വൺ, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ഗ്രാസ് എക്സെട്ര. ഒരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രാസ് ഉണ്ടാവാം, അതുപോലെ സ്ക്രാപ്പ് ഐറ്റംസ് ഉണ്ടായിരിക്കാം. അതൊക്കെ വിൽക്കുകയാണ് എങ്കിൽ ദീസ് ആർ treated as revenue receipt and shown on the income side of the particular income and expenditure account. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.